നമസ്കാരം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ എടുത്ത് പബ്ലിക്കിന്റെ മുമ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങ് തീരുമോ? ഒരിക്കലുമില്ല. അതിനുശേഷം വരുന്ന കാര്യങ്ങളും കൂടി ഫേസ് ചെയ്യാൻ ആ വ്യക്തികൾ തയ്യാറായിരിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസേഴ്സ് വളരെ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിയിൽ സൃഷ്ടിക്കാറുള്ളത്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തന്നെ ഒരു ക്യാമറയും പൊക്കി പിടിച്ചിട്ട് ആ ക്യാമറയ്ക്കകത്ത് എല്ലാ രീതിയിലുള്ള വീഡിയോസും എടുത്തങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. എന്നാൽ ചില വീഡിയോസ് കാരണം മറ്റുള്ളവരുടെ ജീവിതം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വായി തോന്നിയത് വിളിച്ചു പറയുക, വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. അത്തരത്തില് ഒരു ഇൻഫ്ലുവൻസർ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് മൂലം ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ കഞ്ഞികുടിയാണ് മുട്ടിയത്. ഏതായാലും ഞാനൊരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തൊടുപുഴയിലെ ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു വ്ലോഗർ സാമൂഹ്യ മാധ്യമം വഴി പ്രചരണം നടത്തിയത്. ഇന്ന് ആ ഡ്രൈവറുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ നടന്ന അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കാരിക്കുന്നം പ്ലാന്റേഷനിൽ താമസിക്കുന്ന രാജു പോലീസിൽ പരാതി നൽകി. ആരോപണം തെളിയിക്കുന്ന പക്ഷം 1 ലക്ഷം രൂപയോ തന്റെ ഓട്ടോറിക്ഷയോ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ വ്ലോഗർ ആരോപണം തെളിയിക്കാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സുഡിയോ ഒരു വസ്ത്ര വിതരണ ശൃംഖലയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നിൽ അപമാനിതനായ ഒരാളാണ് എന്റെ ഒപ്പം ഉള്ളത്, ഓട്ടോ ഡ്രൈവറായ രാജു ചേട്ടൻ. കണ്ടല്ലോ, ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ഇൻഫ്ലുവൻസർ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. ഫസ്മിന സാക്കിർ. പുള്ളിക്കാരി ഒരു വീഡിയോ എടുത്ത് ഇട്ടു. ഒരു ഓട്ടോക്കാരനെ പറ്റിയിട്ടാണ്. അദ്ദേഹം കള്ളുകുടിയനാണ്, അദ്ദേഹം മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്തത് കൊണ്ട് ആർക്ക് നഷ്ടമുണ്ടായി? ഇദ്ദേഹത്തിന് നഷ്ടമുണ്ടായി. ഈ പ്രായത്തിലും അദ്ദേഹം ഓട്ടോ ഓടിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാണ്. ഓട്ടോ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. വളരെ കഷ്ടപ്പാടോടുകൂടിയിട്ട് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കഞ്ഞുകൂടി മുട്ടിച്ചപ്പോ ഇപ്പൊ ഫസ്മിന സഹീർ എവിടെ പോയി? ഈ ഒരു വാർത്ത വന്നിട്ട് പോലും, ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു ക്ലാരിഫിക്കേഷൻസ് ഇല്ല, ഒന്നുമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, പെട്ടെന്ന് വീട്ടിൽ ചെല്ലുന്നു, ക്യാമറ ഓൺ ആക്കുന്നു, ഇദ്ദേഹത്തെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നു. ഇദ്ദേഹം കള്ളുകുടിയനല്ല. അദ്ദേഹം ഈവൻ ചലഞ്ച് ചെയ്തു, ഞാൻ കള്ളുകുടിയനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കൊടുക്കാം, വേണമെങ്കിൽ ഈ ഓട്ടോ തന്നെ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഒരു പാവപ്പെട്ട വ്യക്തിയുടെ കഞ്ഞികൂടി മുട്ടിച്ചപ്പോൾ ആ ഇൻഫ്ലുവൻസറിന് സമാധാനമായി. എന്നാൽ ഇത്രയധികം കേസും പ്രശ്നവും ഇത്രയും മീഡിയ അറ്റൻഷനും വന്നിട്ട് പോലും ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ആ പുള്ളിക്കാരി തയ്യാറായിട്ടില്ല. ഇതുവരെയും ഒരു ക്ലാരിഫിക്കേഷൻസും തന്നിട്ടില്ല. എന്തൊരു മോശമായിട്ടുള്ള പ്രവണതയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ട്രാൻസ്ഫർ സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവർ കൈ നീട്ട്. 2 പേരുണ്ടായിരുന്നു. അപ്പോൾ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി. ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഈ സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ സ്റ്റുഡിയോ അറിയത്തില്ല. നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ എടുത്ത് വായിക്ക് ചോദിച്ചു, ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഈ സ്റ്റുഡിയോ ഇപ്പോൾ സ്ഥാപനങ്ങൾ എന്നാന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഓടണമല്ലേ വണ്ടി. അപ്പോൾ ഇവർ വണ്ടിയെ കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാ. കഞ്ചാവാണോ എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഞാൻ കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരവിടെ ഇറങ്ങി വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എൻ്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നെന്നും പറഞ്ഞു. എൻ്റെ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചു, ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്നാ പറ്റിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവിച്ചാൽ. വേറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെരുവോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പം എത്ര ദിവസമായെന്ന് അറിയാം വണ്ടി ഓടിയിട്ട്. ആരും വിളിക്കണില്ല. കള്ളു കുടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനിപ്പിച്ച ആളുടെ നമ്പർ. ഈ സുഡിയോ എന്ന് പറയുന്ന ട്രെൻഡിങ് വസ്ത്രങ്ങൾ കിട്ടുന്ന കടയെ പറ്റിയിട്ടൊന്നും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയണമെന്നില്ല. ചിലപ്പോൾ ഈ സുഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്റ്റുഡിയോ ആയിരിക്കാം കേട്ടത്. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടിറക്കാനായിരിക്കും അദ്ദേഹം കേട്ടിട്ടുണ്ടാവുക.
അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ധാർഷ്ട്യം, അഹങ്കാരം, അതൊക്കെയാണ്. ഓക്കെ, നമ്മളൊരു വീഡിയോ ഒരാളെ പറ്റിയിട്ട് നമ്മൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്തിട്ട് മാത്രം ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. നമ്മൾ പറയാറുണ്ട്, ഓക്കെ, നമ്മുടെ പബ്ലിക്കിന് മുമ്പിൽ നമുക്ക് നേരിടുന്ന അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഡിസ്റെസ്പെക്റ്റോ മിസ്ബിഹേവിയറോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം, അതായത് തെറ്റ് ചെയ്യാത്ത ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലാകരുത്. നമ്മൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇല്ലാത്തത് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് വഴിയാധാരമാകാൻ പോകുന്നത്. ഇനി ഈ ഒരു പ്രഷർ താങ്ങാനാകാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ? അന്നേരം ഈ ഹസ്ബിനെ പോലെയുള്ളവർ എന്ത് ചെയ്യും? അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് വായി തോന്നിയത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, വീഡിയോ ഇടുക, അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റിദ്ധാരണ ഉണ്ടായി, നമ്മൾ ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനെങ്കിലും നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, എനിക്ക് അന്നേരം അബദ്ധം പറ്റിയതാണ്, ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോളജൈസ് ചെയ്യുക, ഒരു ക്ലാരിഫൈ ചെയ്തിട്ടുള്ളൊരു വീഡിയോ തരിക, അതിന് പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത്തരം യാതൊരു രീതിയിലും നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കാത്ത ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അവരെയൊക്കെ ഫോളോ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? എല്ലാ മനുഷ്യരും, ഇപ്പൊ തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള ഒരു മനുഷ്യരും ഇല്ല. എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതത്തിലുള്ള തെറ്റ് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാതെ ഇരിക്കാനെങ്കിലും നമ്മൾ നോക്കുക. പലപ്പോഴും അതിനെങ്കിലും ശ്രമിക്കുക. പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. നമ്മൾ ചിലപ്പം വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലർ നമ്മളോട് ഭയങ്കര റൂഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളടുത്ത് ചിരിച്ച് കളിച്ച് വർത്തമാനം പറയണമെന്നില്ല. അതൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അവരുടെ പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോക്കാരൻ, അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീടിന് വേണ്ടി കഷ്ടപ്പെടുവാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, പിരിമുറുക്കം ഉണ്ടാകാം. അതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് ധാർഷ്ട്യത്തോടു കൂടിയിട്ട് വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ പറ്റിയിട്ട് തെറ്റിദ്ധാരണ പരത്തുക. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഓട്ടമില്ല. ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുവല്ലേ? അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിനെ അഡ്രസ്സ് ചെയ്യുക, അത് ക്ലാരിഫൈ ചെയ്യാനെങ്കിലും തയ്യാറാകുക. പക്ഷേ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ബോയ്ക്കോട്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ചൊക്കെ നിയമങ്ങളും റെഗുലേഷൻസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസും ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. കുറച്ച് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരക്കാർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.